അതായത് അഹിംസാ മാർഗത്തിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നത്, ഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെയുള്ള പോലീസ് അതിക്രമം അവിടെ നടത്തേണ്ടി വന്നാൽ രാജ്യത്തിന് മുന്നിൽ ഒരു വലിയ സന്ദേശമായി മാറും എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു തീരുമാനമായി തന്നെ വരുന്നു. ഇപ്പോൾ നടൻ മമ്മൂട്ടി ദേശീയ അവാർഡ് നേടി ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രൊട്ടസ്റ്റിന് പിന്തുണ അറിയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് നമ്മുടെ മുന്നിൽ. The youth are the true treasure of our nation. Listen to their voice, protect them, empower them. മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സാംസ്കാരിക രംഗത്തുള്ള വിവിധ ആളുകൾ, നടന്മാർ, നായികമാർ എല്ലാവരും തന്നെ അനുഭാവം അർപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റിന് പിന്തുണ അർപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ഈ വാഹനത്തിലുണ്ട്. എന്ത് സമര പരിപാടിക്കാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്, പ്രതിപക്ഷ നേതാക്കൾ ലക്ഷ്യമിടുന്നത് എന്നുള്ള രാഷ്ട്രീയാകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. പി ആർ സുനിൽ, ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ചെവി കൊടുക്കുക, ഗാന്ധിജിയിലേക്ക് നോക്കുക എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. അതുതന്നെയാണ് മാധു, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. 30 ജനുവരി മാർഗിലെ ബിർള ഹൗസ്, ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന, ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ആ ഒരു മണ്ണിലേക്കാണ് കോൺഗ്രസ് ഈ ഒരു സന്ധ്യാസമയത്ത്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിദ്യാർത്ഥികൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു മണ്ണിലേക്ക് പോകുന്നത്, ഗാന്ധിജി പിടഞ്ഞു വീണ ആ മണ്ണിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ സമര നീക്കമാണ്. അഹിംസാവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ സമര സന്ദേശമായി മാറിയ ഗാന്ധിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ണിലേക്ക് പ്രതിപക്ഷം അവരുടെ സമരപാത നീക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ 3 ബസ്സുകളിലായി പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നീങ്ങുന്നത്. പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ ഈ ഒരു ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയാണ്, ബിർള ഹൗസിലേക്ക് പോവുകയാണ്. അവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനാണ് ഈ സന്ധ്യാ നേരത്ത് കോൺഗ്രസും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിക്കുന്നത്. അപ്പോൾ രാജ്യം അസാധാരണമായ ഒരു സമരത്തെ, ഒരു പ്രതിസന്ധിയെ, രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രതിഷേധ നീക്കങ്ങളിൽ വലിയ പ്രതിരോധത്തിലാണ്. യുവാക്കൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും തീവ്രമായ മുഖമാണ് നമ്മൾ 2 ദിവസം മുൻപ് കണ്ടത്. ആ വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സമീപനമായിരുന്നു ദില്ലി പോലീസും കേന്ദ്രസേനയും ഒക്കെ തന്നെ ചെയ്തത്. അതിനോടുള്ള ആ അമർഷം രാജ്യത്താകെ പടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ നടൻ മമ്മൂട്ടിയുടെ ഒക്കെ തന്നെ ആ ഒരു പ്രതികരണത്തെ വിലയിരുത്തേണ്ടത്. ആ നിലയിൽ യുവാക്കൾ, യുവനിര, സമൂഹത്തിലെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, അവരുടെയൊക്കെ തന്നെ ഒരു അനുഭാവം, അവരുടെയൊക്കെ തന്നെ ഒരു പിന്തുണ ഇപ്പോൾ ഈ മുന്നേറ്റത്തിന് ലഭിക്കുകയാണ്. അവിടെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു സമര ദൗത്യം ഏറ്റെടുക്കുന്നത്. ആ സമര ദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഗാന്ധിജി വെടിയേറ്റ് വീണ ആ മണ്ണിലേക്ക്, ബിർള ഹൗസിലേക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. ബസ്സുകളിൽ അവിടെ എത്തി, അവിടെ ആ ബിർള ഹൗസിൽ സമരം നടത്താനുള്ള തീരുമാനമാണ്. വസതിക്ക് മുന്നിലേക്ക് എത്തുന്ന പ്രതിപക്ഷത്തെ അതീവ സുരക്ഷാ മേഖല എന്ന് പറഞ്ഞ് സർക്കാരിന് പോലീസിനെ ഉപയോഗിച്ച് നേരിടാം. പക്ഷേ ഗാന്ധിജി രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. അവിടേക്ക് ആ ഓർമ്മകൾക്ക് മുന്നിലേക്ക് എത്തുന്ന പ്രതിപക്ഷത്തെ എന്തു പറഞ്ഞ് മടക്കും, എന്തു പറഞ്ഞ് എതിർക്കും? തീർച്ചയായും മാധു, എന്തായിരിക്കും പോലീസിന്റെ നീക്കം എന്നത് നമ്മൾ ശ്രദ്ധയോടെ കാത്തിരുന്ന് കാണണം. കാരണം പോലീസ് ഈ ഒരു അതീവ സുരക്ഷാ മേഖല, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗാന്ധി സ്മൃതിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയും തമ്മിൽ വലിയ ദൂരമില്ല. വെറും 50 മീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ ഗാന്ധി സ്മൃതി, ബിർള ഹൗസ് നിലനിൽക്കുന്ന പ്രദേശവും പ്രധാനമന്ത്രിയുടെ 7RCR ലോക് കല്യാൺ മാർഗം തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു ദൂരത്തിനിടയിൽ ഗാന്ധി സ്മൃതിയിലേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ച് എത്തുമ്പോൾ അതൊരു വലിയ സുരക്ഷാ ഭീഷണിയുള്ള നീക്കമായി ദില്ലി പോലീസ് കണക്കാക്കുമോ, ഇതിനെ തടയുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇപ്പോൾ ഈ ബസ്സുകളിൽ അവിടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ബസ്സിലേക്ക് കയറി കഴിഞ്ഞു. അതിൻ്റെ 3 ബസ്സുകളിൽ ആദ്യത്തെ ബസ് ഇപ്പോൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് പോലീസ് തടയുമോ, അതല്ല ഗാന്ധി സ്മൃതിയിലേക്ക് ഈ ബസ്സുകൾ കടന്നു പോകാൻ അനുവദിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗാന്ധി സ്മൃതിക്കുള്ളിലേക്ക് കയറി അവരെ പ്രതിഷേധ പരിപാടി നടത്താൻ
അനുവദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എത്ര സമയം ഈ പ്രതിഷേധ പരിപാടിയുമായി പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് പോകും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാത്രി മുഴുവൻ ഈ ഒരു പ്രതിഷേധം നടത്തുകയാണോ അതോ ഇപ്പോൾ പ്രതിഷേധിച്ച് മടങ്ങാനാണോ നീക്കം എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം. പക്ഷേ വളരെ വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം യുവാക്കൾക്ക് വേണ്ടിയുള്ള വലിയ പ്രതിഷേധം ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഇന്ന് രാജ്യത്തെ എല്ലാ മേഖലകളിൽ നിന്നും ഉയരുന്ന ആവശ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ യുവാക്കളൊക്കെ തെരുവിലിരുന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തുടരുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഒരു അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഇത്രമേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സംരക്ഷിക്കുന്നത്? നീറ്റ് പരീക്ഷാ തട്ടിപ്പ് ഉൾപ്പെടെ മത്സര പരീക്ഷകളിലൊക്കെ തന്നെ തുടരെ നടക്കുന്ന വലിയ തട്ടിപ്പുകൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യവും എന്തുകൊണ്ടുണ്ടാകുന്നു? യുവാക്കളുടെ ഭാവി, വിദ്യാർത്ഥികളുടെ ഭാവി ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്താണ് യുവാക്കളുടെ വലിയ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നത്. അവിടെയാണ് പ്രതിപക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. ആ രാഷ്ട്രീയ നീക്കം കഴിഞ്ഞ ദിവസം കണ്ടത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ സമരമായിരുന്നു. ആ സമരത്തിന് പ്രധാനമായും രാഹുൽ ഗാന്ധി പറഞ്ഞത് പാർലമെന്റിൽ പ്രധാനമന്ത്രിയില്ല, പാർലമെന്റിൽ പ്രധാനമന്ത്രി വരുന്നില്ല, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രിയില്ല, അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വരുന്നു, അവിടെ പ്രധാനമന്ത്രിയുടെ മറുപടി കേൾക്കാൻ വരുന്നു എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് ദില്ലി പോലീസ് കൈകാര്യം ചെയ്തത് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ റോഡിലൂടെ വലിച്ചിഴച്ചാണ് പോലീസ് നടപടി പ്രതീക്ഷിച്ചു തന്നെയായിരിക്കുമല്ലോ പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുള്ളത്. അവർക്ക് ഐക്യദാർഢ്യവുമായി വലിയ തോതിലുള്ള ജനസഞ്ചയവും രൂപപ്പെട്ടിട്ടുണ്ട്.